എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്നും കാശ്മീരിനെയും പഹൽഗാമിനെയും കുറിച്ച് തന്നെയാണ് ഒരു വീഡിയോ. എന്തുകൊണ്ടും ഈ വീഡിയോ ഇപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഒരു പ്രസക്തിയുണ്ട്. കാശ്മീർ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു പൊള്ളലായി നിലകൊള്ളുമ്പോഴും കാശ്മീരിലെ അവിടുത്തെ ജനങ്ങളുടെ എടുത്തു പറയേണ്ട ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാശ്മീർ അതിൻ്റെ സമീപകാലങ്ങളിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളിൽ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില വ്യക്തിത്വങ്ങളുണ്ട്, അവർ കടന്നു പോയതിനു ശേഷവും നമ്മുടെ മനസ്സിൽ അവർക്ക് ഒരു സൈൻ അല്ലെങ്കിൽ അവരൊരു സ്ഥാനം വച്ചിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് പഹൽഗാമിലെ യഥാർത്ഥ ഹീറോസ്, അവരെക്കുറിച്ച് നമുക്ക് സംസാരിക്കും. ഒന്നാമത്തെ ഹീറോ, അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ എല്ലാം ഹീറോ ആയതെന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പഹൽഗാം താഴ്വരയിലെ ഒരു കുതിര സവാരിക്കാരനായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ. ഇദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് ആളുകളെയും കയറ്റി പഹൽഗാം താഴ്വരയെല്ലാം ചുറ്റിക്കാണിക്കുന്ന ഒരു ഗൈഡായിരുന്നു. ഇത് മാത്രമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു വരുമാന മാർഗം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോറ്റുന്നതിനുള്ള യഥാർത്ഥമായി പറയുകയാണെങ്കിൽ ഒരേ ഒരു സാമ്പത്തിക സ്രോതസ് ഇദ്ദേഹത്തിൻ്റെ ഈ വരുമാന മാർഗമാണ്. ആദിൽ ഹുസൈൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ തീവ്രവാദി ആക്രമണം നടന്ന സമയത്ത് ആദിൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹം ആ തീവ്രവാദി ആക്രമണത്തിൽ അദ്ദേഹം ആക്രമണകാരികളിലേക്ക് ഓടിക്കയറുകയും തോക്ക് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കരസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. ഈ സമയത്ത് ഒരുപാട് ആളുകൾക്ക്, അതായത് ഈ ആദിൽ തീവ്രവാദികളെ തടയുന്ന ആ സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് അദ്ദേഹം ഒരുക്കി കൊടുത്തത്. ഇന്ത്യക്കാരുള്ളിടത്തോളം കാലം ഇദ്ദേഹത്തെ ഒരിക്കലും മറക്കരുത്. ഇദ്ദേഹം ഏവരുടെയും മനസ്സിൽ ഒരു ഹീറോ ആയിട്ട് തന്നെ എന്നും നിലകൊള്ളും. മറ്റൊരു കഥ ആരതിക്കും പറയാനുണ്ട്. ധീരതയുടെ, മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിൻ്റെ, സഹോദര സ്നേഹത്തിൻ്റെ ഒരു കഥ. അത് പറഞ്ഞത് ആരതിയാണ്. മുസാഫിർ, സമർ എന്ന രണ്ട് വ്യക്തികൾ, ഇവർ ഡ്രൈവർമാരായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇവരാണ് ആരതിയെ തുടക്കം മുതലേ സഹായിച്ചിരുന്നത്. അതായത് ആരതിയും കുടുംബവും പഹൽഗാമിൽ എത്തുന്നത് മുതൽ അവരെ തന്നെ മഹായിക്കാൻ അവിടെ തന്നെയുണ്ട്. രാമചന്ദ്രനും മകളും ട്രക്കിങ്ങിന് പോയപ്പോൾ രാമചന്ദ്രനും മകൾ ആരതിയും ട്രക്കിങ്ങിന് പോയപ്പോൾ അമ്മ സമറിനോടൊപ്പം കാറിലിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഈ സമയത്ത് ആരതിയെ വെടിയൊച്ച കേട്ടപ്പോഴും അല്ലെങ്കിൽ ഈ വെടി ഉതിർത്ത സമയത്ത് അതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെയും ഈ സമർ ആരതിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും നോട്ട് റീച്ചബിൾ ആയിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. അതായത് അവർ കണക്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അതിനുശേഷം വളരെ വൈകി ആരതി സമറിനെ കോണ്ടാക്ട് ചെയ്യുകയും രാമചന്ദ്രൻ മരിച്ച വിവരം അറിയിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ സമർ ആരതിയോടൊപ്പം എത്തിച്ചേരുകയും ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളിലും സ്വന്തം സഹോദര തുല്യം കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും അവരെ സഹായിക്കുകയും ചെയ്തത് ഈ സമർ എന്ന വ്യക്തിയും അതുപോലെ തന്നെ ഈ രണ്ട് വ്യക്തികളാണ്. മുസാഫിറും സമറും ചേർന്നാണ് എല്ലാ കാര്യങ്ങളും. അവസാനം യാത്ര പറഞ്ഞ് പോരുമ്പോഴും ആരതി പറഞ്ഞ വാക്കിതാണ്: എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരന്മാരെ കൂടെ കിട്ടി, മുസാഫിറും സമറും എന്ന ഈ ഒരു ചിന്ത, അതായത് ഈ ഒരു കാര്യം വേണമെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം നടന്നത് വേണമെങ്കിൽ ആരതിക്ക് പറയാതിരിക്കാമായിരുന്നു. പക്ഷെ ആരതി കാണിച്ചത് വലിയ ഒരു മനസ്സാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അവിടെ ഹിന്ദുവെന്നോ അല്ലെങ്കിൽ മുസ്ലിമെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ഓടി വന്ന് തന്നെ സഹായിച്ചതും തനിക്ക് വേണ്ട എല്ലാ സഹകരണവും പിന്തുണയും നൽകിയത് ഈ രണ്ട് വ്യക്തികളാണെന്നുള്ളത് ജനസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവർ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അതൊരു വലിയൊരു മെസ്സേജ് തന്നെയാണ് സമൂഹത്തിലേക്ക് പാസ് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ, അതായത് കാശ്മീർ
താഴ്വരയിലെ സ്നേഹം വിളമ്പുന്ന വ്യക്തിത്വങ്ങളിലേക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരു വീഡിയോ കണ്ടതാണ്. പരിക്കേറ്റ ഒരു വ്യക്തിയെ സ്വന്തം തോളിലേറ്റി നടന്നു വരുന്ന ഒരു വീഡിയോയാണ്. അത് ഭയങ്കര എല്ലാവരും ഷെയർ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ എല്ലാവരും കണ്ട ഒരു വീഡിയോ ആണ്. അതായത് ഈ പരിക്കേറ്റ വ്യക്തിയെ തോളിലേറ്റുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. സ്വന്തം ആരോഗ്യം നോക്കാതെ, അല്ലെങ്കിൽ സ്വന്തം ശരീരം നോക്കാതെ ആ വ്യക്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തോളിലേറ്റി ഓടി വരുന്ന ആ വ്യക്തി. എല്ലാ വ്യക്തികളും തന്നെ സ്വന്തം സ്വന്തം കാര്യം മാത്രം ചിന്തിക്കാതെ, സെൽഫായിട്ട് ചിന്തിക്കാതെ, സെൽഫിഷായിട്ട് ചിന്തിക്കാതെ മറ്റുള്ള വ്യക്തികളെ സഹായിക്കാൻ കാണിച്ച ആ ഒരു സ്നേഹവും കരുണയും മാനവികതയും ഒക്കെ എടുത്തു പറയേണ്ട ഒന്നാണ്. നന്ദി.